സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജൂൺ മാസത്തിലേതുൾപ്പെടെ 6 മാസത്തേത് കുടിശ്ശികയാണ്. ഓരോ വ്യക്തിക്കും സർക്കാർ 9,600 രൂപ വീതം നൽകേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം വരുന്നവർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളും മറ്റു ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിയതാണ് ഈ നടന്ന ഇലക്ഷനിൽ ഭരണമുന്നണിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയതെന്ന് ഭരണപ്രതിപക്ഷവും ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വ്യക്തമാക്കിയതാണ്. എന്നാൽ കനത്ത തോൽവി വന്നതിൻ്റെ പുറകെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും ജൂൺ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്ഷേമ പെൻഷൻ എങ്ങനെയാണ് കൊടുത്തു തീർക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ കർമ്മ പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇന്ന് ജൂൺ 20-ന് നിയമസഭയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയ കാര്യം ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. PC വിഷ്ണുനാഥ് MLA യാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 5 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയുണ്ട് എന്ന് നിയമസഭയിൽ സമ്മതിച്ച ധനമന്ത്രി KN ബാലഗോപാലൻ അത് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്നും നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നൽകുവാനുള്ള 9,600 രൂപയും ഒരുമിച്ച് നൽകുവാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാൽ 1-2 ഗഡുക്കളായി നൽകി കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ധനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.